ഇവിടെ വരെ സമയം 9 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാലക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർക്കെതിരെ ഹോട്ടൽ വ്യാപാരിയുടെ പരാതി. രാവിലെ 11 മണിക്ക് പ്രവർത്തനം ആരംഭിക്കുന്ന ഹോട്ടലിൽ 8 മണിക്കെത്തി മാലിന്യങ്ങൾ പിടിച്ചെടുത്ത് പഴകിയ ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നതെന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുവെന്നാണ് പരാതി. തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കെതിരെയാണ് അണീക്കോട്ടെ ഹോട്ടൽ വ്യാപാരിയായ മുഹമ്മദ് അമൽ ഖാദറിന്റെ പരാതി. ഹോട്ടലിൽ നിന്ന് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന തൊഴിലാളികൾ എത്തുന്നതിന് മുൻപാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പരിശോധനയ്ക്കെത്തിയത്. ഭക്ഷണ മാലിന്യങ്ങൾ പിടിച്ചെടുത്തിട്ടും ഉടമയായ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ വിളിച്ചു വരുത്തുകയോ നോട്ടീസ് നൽകുകയോ ചെയ്തില്ലെന്നും സിവിൽ സർവീസ് വിദ്യാർത്ഥി കൂടിയായ അമൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഞങ്ങൾ 11 മണിക്കാണ് ഞങ്ങളുടെ ഹോട്ടൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ ഒരു 8:30-8:45 നമ്മുടെ സ്റ്റാഫുകൾ വന്ന് ക്ലീനിങ് വാഷിംഗ് പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് 11 മണി 11:30 തുറക്കുള്ളൂ. ഹെൽത്തുകാർ വന്ന് രാവിലെ 8 മണിക്കാണ് വന്നത്. അപ്പോൾ ഈ കളയാൻ വെച്ച ഭക്ഷണവും ഈ തലേ ദിവസത്തെ ബാക്കി വന്ന ഭക്ഷണങ്ങളൊക്കെ ഇവർ എടുത്തിട്ട് പഴകിയ ഭക്ഷണം വിൽക്കാൻ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ബൈറ്റ് കൊടുക്കുകയാണ്. ഒരു 11 മണിയാകുമ്പോഴത്തേക്കും ചാനലിലൊക്കെ വരികയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ 2-3 ഹോട്ടലിൽ നിന്ന് ഒരു ഫുഡ് പിടിച്ചെടുത്ത ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ വെച്ചിട്ട് അതെല്ലാം പ്രദർശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും വിചാരം ഈ നമ്മുടെ നാട്ടുകാരെ ചിറ്റൂരുകാരുടെ വിചാരം നമ്മുടെ ഹോട്ടലിൽ നിന്നാണ് കിട്ടിയെന്നും. സത്യം പറഞ്ഞൊരു ട്രോമയിലായിപ്പോയി. കാരണം നമ്മൾ ഇതുവരെയായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്യാത്തൊരു കുറ്റത്തിന് പഴി കേട്ടല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. ഇബാലറയ്ക്കലുണ്ട്. ഇബാലറയ്ക്കൽ, ഇതെന്താണ്? മനഃപൂർവ്വം വാശിയോടുകൂടി പ്രതികാര ബുദ്ധിയോടുകൂടിയാണോ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഈ ഹോട്ടൽ ഉടമയോട് പെരുമാറിയത്? അങ്ങനെയാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? അരുൺകുമാർ, കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ചിറ്റൂരിൽ വെച്ച് ഈ ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പരിശോധന നടന്നത്. ആ പരിശോധനയിൽ 3 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു എന്നുള്ളതായിരുന്നു ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അറിയിക്കുകയും വാർത്താ മാധ്യമങ്ങൾക്ക് റിലീസ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഒരു ഹോട്ടൽ ഉടമയായിട്ടുള്ള യുവ ഹോട്ടൽ വ്യാപാരിയാണ് ഇപ്പോൾ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കെതിരെ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഗ്രാൻഡ് പ്ലാസ എന്ന് പറയുന്ന ഹോട്ടൽ നടത്തുന്ന അബ്ദുൾ അമൽ ഖാദർ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. തൻ്റെ ഹോട്ടൽ തുറക്കുന്നത് രാവിലെ 11 മണിക്കാണ്. രാത്രി 12 മണി വരെ പ്രവർത്തിക്കും. അടുത്ത ദിവസം രാവിലെ 8:30 മണിയോടുകൂടി തൊഴിലാളികൾ എത്തി ഭക്ഷണങ്ങൾ, മാലിന്യങ്ങൾ, അതുപോലെ തന്നെ ബാക്കി വന്ന ഭക്ഷണങ്ങളെല്ലാം അവിടെ നിന്ന് മാറ്റുകയും ചെയ്യും. പക്ഷേ ഇതിനു മുമ്പായി 8 മണിയോടുകൂടി തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഹോട്ടലിലേക്ക് വരികയും അവിടെ പരിശോധന നടത്തുകയും ഈ അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണങ്ങളെല്ലാം അല്ലെങ്കിൽ മാലിന്യങ്ങളെല്ലാം പിടിച്ചെടുത്ത് ഇതെല്ലാം പഴകിയ ഭക്ഷണമാണെന്ന രീതിയിൽ നാട്ടുകാർക്ക് മുന്നിൽ പ്രചരിപ്പിച്ചു, മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിക്കൊണ്ട് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഈ സിവിൽ സർവീസിന് പ്രിപ്പയർ കൂടി ചെയ്യുന്ന വിദ്യാർത്ഥിയായിട്ടുള്ള ഈ അമൽ ഖാദർ പറയുകയും ചെയ്യുന്നത്. ഫുഡ് ഇൻസ്പെക്ടർമാരാണ് ഒരു പിടിച്ചെടുത്ത ഭക്ഷണം അത് പഴകിയതാണോ അല്ലയോ എന്നുള്ള കാര്യം പറയുന്നത്. പക്ഷേ ഫുഡ് ഇൻസ്പെക്ടർമാരല്ല പരിശോധന നടത്തിയത്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ്. അവർ വന്ന് അവിടെ ബാക്കി വന്നിട്ടുള്ള ഭക്ഷണം, അതുപോലെ തന്നെ ഭക്ഷണ മാലിന്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു, അതാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതെല്ലാം പഴകിയ ഭക്ഷണമാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു ചെയ്തതെന്നുള്ളതാണ് അമൽ ഖാദർ പറയുന്നത്. തനിക്ക് ഇത്തരത്തിലൊരു പ്രവൃത്തി ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ഭാഗത്ത് വന്നുകൊണ്ട് തന്നെ തൻ്റെ കച്ചവടം ഈ ഹോട്ടലിൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഒരു പാഷൻ്റെ പുറത്തൊരു റെസ്റ്റോറൻറ്റ് ആരംഭിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇത് വലിയ രീതിയിൽ തനിക്ക് തലവേദന ആയിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഈ പ്രവൃത്തി കൊണ്ട്. ആളുകൾക്കിടയിൽ തനിക്കും തൻ്റെ ഹോട്ടലിനും ഉണ്ടായിരുന്ന ഒരു വിശ്വാസ്യത ഉണ്ടായിരുന്നു. ചിറ്റൂരിൽ അത് നഷ്ടപ്പെടുത്തി ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ പ്രവൃത്തി എന്നുള്ളതാണ് അമൽ ഖാദർ ഒരു പരാതിയായി പറയുകയും ചെയ്യുന്നത്. ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരോട് നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് പഴകിയ ഭക്ഷണം എന്നുള്ളത് താങ്കൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നത്. പക്ഷേ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ ഭക്ഷണം സൂക്ഷിച്ചത്, അതുകൊണ്ട് താങ്കൾ ഈ ഭക്ഷണം പിടിച്ചെടുത്തു, പഴകിയ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റിയുടെ മാധ്യമങ്ങളുള്ള വാർത്താ ഗ്രൂപ്പിൽ തന്നെ ആ ഗ്രൂപ്പിൽ കൃത്യമായി തന്നെ ഈ ഉദ്യോഗസ്ഥർ പഴകിയ ഭക്ഷണം എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു റിലീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിനെതിരെ പോരാട്ടം നടത്തുമെന്നുള്ളതാണ് അമൽ ഖാദർ ഇപ്പോൾ. മാനമര്യാദയ്ക്ക് വൃത്തിയായിട്ടൊക്കെ ഹോട്ടൽ നടത്തുന്ന ചെറുപ്പക്കാരെ അങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. എന്നാൽ പഴയ പൊറോട്ടയൊക്കെ കൊടുക്കുന്ന ചില ഹോട്ടലുകളും നമ്മുടെയൊക്കെ പരിസരങ്ങളിലുണ്ട്. നമ്മളൊക്കെ രാവിലെ പോയി ചോദിക്കുന്ന സമയത്ത് പൊറോട്ട വേണോ എന്ന് ചോദിക്കും. രാവിലെ പൊറോട്ട അടിക്കുന്ന ചങ്ങാതി വന്നില്ലല്ലോ എന്ന് നമ്മൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഒരു ചിരിയും ചിരിച്ചിട്ട് പുള്ളിയൊക്കെ പോകും. അപ്പോൾ തലേ ദിവസത്തെ പൊറോട്ടയാണ് കിട്ടുക. പിന്നെ രസവട എന്ന് പറയുന്നൊരു സാധനമുണ്ട്. രാവിലെ കിട്ടുന്ന എല്ലാ കടകളും അല്ല, ചില കടകളിൽ രസവട പ്രത്യേകം തരാൻ ഉടമയ്ക്ക് വലിയ താല്പര്യമായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും രസവട കൊള്ളാമല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ രസവട ഭൂതകാല അനുഭവം ഉള്ളതായിരിക്കും. തലേ ദിവസത്തെ രസവട അത് വിറ്റഴിക്കാൻ വേണ്ടി, പരിപ്പ് വട വിറ്റഴിക്കുന്നതിന് വേണ്ടിയാണ് രസവട ആയിട്ട് ചിലർ കൊടുക്കുന്നത്. എന്നാൽ ചിലരൊക്കെയല്ല, രാവിലെയൊക്കെ ഇട്ട് ഫ്രഷായിട്ട് കൊടുക്കുന്ന സംഭവങ്ങളുണ്ട്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ അല്ലേ.